Malayalam, welcome back to my iPad. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ iPad Pro M1ന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. റിവ്യൂ എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചും പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും. എനിവേ നമുക്ക് ഡിലേ ചെയ്യാതെ ഇതിന്റെ അൺബോക്സിംഗ് കാണാം. ആപ്പിളിൻ്റെ പാക്കേജിങ് നല്ല രസമാണ്. ഇനി ഇതിൻ്റെ പ്ലാസ്റ്റിക് നമുക്ക് ഊരാം. എപ്പോഴും ആപ്പിൾ പ്രോഡക്റ്റ് വരുന്ന ടാബ് ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് പുള്ള് ചെയ്യാം. നമുക്കിനി ബോക്സ് ഒന്ന് തുറക്കാം. ഭയങ്കര ലൈറ്റ് ആട്ടോ. ഞാൻ ഓർത്ത് ഇച്ചിരി കൂടെ ഹെവി ആയിരിക്കുമെന്ന്. ഞാനിവിടെ നമ്മുടെ iPad 8 ജനറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ iPad 8 ജനറേഷന് 1.08 പൗണ്ട്സും ഈ iPad Proന് 1.03 പൗണ്ട്സുമാണ്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് ഇളക്കാം. As you can see, ഞാനിവിടെ മേടിച്ചേക്കുന്നത് നമ്മുടെ സ്പേസ് ഗ്രേ ആണ്. ഓൾമോസ്റ്റ് എച്ച് ടു എച്ച് ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ iPad സൈഡിലോട്ട് മാറ്റി വെച്ച് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. iPad എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ ചെറിയൊരു പേപ്പർ വർക്ക് ഇവിടെ ഉണ്ട്. പിന്നെ USB-C to USB-C ചാർജറും അതിനെ പറ്റിയ ഒരു വാൾ പ്ലഗും ഉണ്ട്. അപ്പോൾ iPad Proന് അവർ വാൾ പ്ലഗ് തരുന്നുണ്ട്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് എ സർപ്രൈസ്. നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ iPad Pro ഒന്ന് ഓണാക്കാം. ഭയങ്കര ലൈറ്റാണ്. നല്ല രീതിയിൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടാൻ പറ്റുന്നുണ്ട്. അൺകംഫർട്ടബിൾ ഒന്നുമല്ല. ഇതിനൊരു അലൂമിനിയം ഫിനിഷ് ആണുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പം കാണാൻ പറ്റുന്നുണ്ടോ, ഏകദേശം ഒരേ സൈസ് തന്നെയാണ്. ഹൈറ്റ് വെച്ച് നോക്കുമ്പം നമ്മുടെ iPad 8 ജനറേഷൻ ഇച്ചിരി കൂടെ വലുപ്പമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്താണെന്ന് വെച്ചാൽ 9.74 ഇഞ്ചസും വിഡ്ത്ത് 7.02 ഇഞ്ചസുമാണ്. പിന്നെ ഇതിനുള്ള ഡെപ്ത് നോക്കുമ്പം 0.23 ഇഞ്ചസ് ആണ്. അപ്പോൾ ഈ ബേസ് മോഡലിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്താണെന്ന് വെച്ചാൽ 11 ഇഞ്ചസ് ആണ്. നമുക്ക് ഫേസ് ഐഡി ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് സൗണ്ട് എഫക്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ. ഇനി നമുക്ക് ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൽ വരുന്ന 3 ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ ക്വാളിറ്റി ടെസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ iPad Proൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ. ഇത് 12 മെഗാ പിക്സലാണ്. അപ്പോൾ നല്ല രീതിയിൽ വട്ടം വരുന്ന റൂമാണ് എൻ്റേത്. ഇതിൻ്റെ കട്ടിനൊന്നും നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ എന്നാലും എന്നെ നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഡാർക്ക് അല്ല റൂമിൽ, പക്ഷേ എന്നാലും എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് റൂമിലാണെങ്കിലും നല്ല പെർഫോമൻസ് എനിക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. ഇതിനൊരു അൾട്രാ വൈഡ് കേപ്പബിലിറ്റി ഉണ്ട്, അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ അൾട്രാ വൈഡ്. ഇറ്റ് ലുക്സ് ലൈക്ക് ഞാൻ കുറേ ഫർദർ അവേ ഹോൾഡ് ചെയ്യുന്നതിനോട്ട് തോന്നും, പക്ഷേ ഞാൻ ജസ്റ്റ് സാധാരണ iPad എങ്ങനെയാണോ പിടിക്കുന്നത് അതേപോലെ പിടിക്കുന്നത്. ഞാൻ ഈ അൾട്രാ വൈഡ് കേപ്പബിലിറ്റി ഫ്രണ്ട് ഫേസിങ് ക്യാമറ വരുന്നത് പുതിയ ഫീച്ചറാണ്. എനിവേ നമുക്കിനി ബാക്ക് ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ 12 മെഗാ പിക്സൽ ക്യാമറയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇറ്റ് ഷുഡ്ന്റ് ബി മച്ച് ഓഫ് എ ഡിഫറൻസ്. ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ സെയിം ക്വാളിറ്റി തന്നെ ആയിരിക്കണം ഇവിടെയും കിട്ടുന്നത്. ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും ഐ വുഡ് തിങ്ക് ഇറ്റ്സ് ദ സെയിം, ബട്ട് ഐ ആം നോട്ട് ഷുവർ. എനിവേ നമുക്കിനി ഇതിൻ്റെ 10 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ iPad Pro ഉള്ള അൾട്രാ വൈഡ് 10 മെഗാ പിക്സൽ. അത്രയും നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറകൾ അൾട്രാ വൈഡിൻ്റെ അത്രയും ക്വാളിറ്റി കാണത്തില്ലായിരിക്കും, പക്ഷേ ഞാൻ ഈ വിൻഡോയുടെ ഷെയ്ഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഡാർക്ക്നെസ്സിൽ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി? വെളിയിൽ ഇപ്പം കുറച്ച് ആൾക്കാർ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും ചിലപ്പം. നമുക്ക് ഇനി സെൻട്രൽ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു ഫീച്ചറിനെ കുറിച്ച് സംസാരിക്കാം. ഈ സെൻട്രൽ സ്റ്റേജ് ഫീച്ചർ നിങ്ങളെ ഈ ക്യാമറയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്ത് കൂളാണെന്ന്. ഞാൻ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ? That is so cool. ഞാനിപ്പോൾ സൈഡിലോട്ട് മാറുമ്പോൾ എന്നെ ഫോളോ ചെയ്യും. ഓൾമോസ്റ്റ് പകുതിയോളം കിട്ടി. ഈ ഫ്രണ്ട് ഫേസിങ് ക്യാമറയ്ക്ക് 122 ഫീൽഡ് ഡിഗ്രി വ്യൂ ആണുള്ളത്. അപ്പോൾ ഞാൻ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും കേട്ടോ. That is so cool. That is super cool. ഇവിടെ ഇപ്പോൾ തൽക്കാലം എൻ്റെ സ്റ്റാൻഡ് ഇവിടെ വെക്കാം, എന്നിട്ട് മാറാം. നടന്ന് മാറുമ്പം that is the coolest feature in the iPad Pro. The coolest feature. ഇനി നമുക്ക് നമ്മുടെ iPad Proൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ 2020 MacBook Pro ആണ്.
സോ എനിവേ ഞാനിവിടെ ഒരു സാമ്പിൾ മ്യൂസിക് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാക്ബുക്ക് പ്രോയിൽ പ്ലേ ചെയ്യാം. ഓൾറെഡി ഫുൾ വോളിയത്തിലാണ് 2 ഡിവൈസും ഇരിക്കുന്നത്. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി ആ സെയിം പാട്ട് നമ്മുടെ ഐപാഡിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏത് ഡിവൈസ് ഇഷ്ടപ്പെട്ടെ? സത്യം പറഞ്ഞാൽ ഐ എം റിയലി ഇംപ്രസ്ഡ് ബൈ ഐപാഡ് പ്രോ. അതിൻ്റെ ആ സ്പീക്കർ ക്വാളിറ്റി, ഐ മീൻ ഇറ്റ്സ് എ സ്മോൾ ഡിവൈസ്, റിയലി ഇറ്റ്സ് എ സ്മോൾ തിങ് കമ്പയർഡ് ടു നമ്മളിവിടെ ഒരു ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ഉണ്ട് ഐപാഡ് പ്രോയിൻ്റെ സ്പീക്കറിൽ. ഇനി അവസാനമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഈ ഐപാഡ് പ്രോയിൻ്റെ ടൈപ്പ് സി ഉപയോഗിച്ചുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ ഇതിന് ടൈപ്പ് സി അഡാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മോണിറ്ററുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. മോണിറ്ററുമായിട്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ കീബോർഡുമായിട്ടും മൗസുമായിട്ടും തമ്മിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെമോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ഐപാഡ് ഈ ടൈപ്പ് സി അഡാപ്റ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലാൻഡ്സ്കേപ്പിലായാലേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മോണിറ്റർ കാണാൻ പറ്റും, അല്ലെങ്കിൽ പോർട്രേറ്റ് രീതിയിലിരിക്കും. സോ ഇങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് ഇരിക്കുമ്പം നമുക്ക് നമ്മുടെ മൗസ് ഉപയോഗിച്ച് ഇത് അനക്കാനൊക്കെ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ മൗസ് പോയിൻ്റർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേജസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കാൻ ഈ ചെറിയൊരു സർക്കിൾ കാണുന്നില്ല, അവിടെ നിന്ന് പോപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ് പേജിലോട്ട് പോകും. നമുക്കിപ്പോൾ പേജസ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ നോക്കാം. ഈ ഒരു ഇൻസ്ക്രീൻ കീബോർഡ് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അതങ്ങ് മാറി. ഇനി നമുക്ക് നമ്മുടെ സാധാരണ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ നോക്കാം. കണ്ടോ, ഹേ ദേർ. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോമിൽ പോകണമെങ്കിൽ ഒരു ചെറിയ ബാർ കാണുന്നില്ലേ, അവിടെ ഞെക്കിയാൽ മതി. അപ്പോൾ ഈ പുതിയ ഐപാഡ് പ്രോയിൻ്റെ വേറെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, അതായത് പുതിയതായിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ M1 ചിപ്പാണ്. അപ്പോൾ ഈ M1 ചിപ്പിനെ കുറിച്ച് നിങ്ങൾ കുറേ കേട്ട് കാണും. പുതിയ മാക്ബുക്ക് പ്രോയിലും അല്ലെങ്കിൽ പുതിയ മാക് കമ്പ്യൂട്ടേഴ്സിനെല്ലാം വരുന്നത് M1 ചിപ്പാണ്. അപ്പോൾ ആ ഒരു M1 ചിപ്പ് നമ്മുടെ ഐപാഡിൽ കൊണ്ടുവരുമ്പം ഡെഫിനറ്റ് ആയിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമല്ലോ. എനിവേ അതിൻ്റെ ഒരു ചെറിയ ഡെമോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ M1 ചിപ്പിൻ്റെ പവർ കാണിക്കാൻ എനിക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2-3 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി 3 ആപ്ലിക്കേഷൻ. ഈ 3 ആപ്ലിക്കേഷനും ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലുണ്ട്, PUBG മൊബൈലും, പിന്നെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സാൻ ആൻഡ്രിയസും. അപ്പോൾ ഈ 3 ഗെയിംസും ഒരേ സമയം ഞാൻ കളിക്കും. അതുമാത്രമല്ല, നമുക്ക് ഗരാജ് ബാൻഡിൽ കയറി പിയാനോ വായിക്കാൻ നോക്കാം, പിന്നെ നമ്പേഴ്സിൻ്റെ അകത്ത് കയറി ഓരോന്ന് ടൈപ്പ് ചെയ്യാൻ നോക്കാം, പിന്നെ പേജസിൻ്റെ അകത്ത് കയറി പിന്നെയും വേറെ എന്തൊക്കെ ടൈപ്പ് ചെയ്യാൻ നോക്കാം. അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് ഉപയോഗിച്ച് നോക്കാം. ഈ ഐപാഡിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചായിരുന്നു, കാരണം എനിക്ക് പറ്റത്തില്ല, ഇത് ഭയങ്കര പാടാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് എനിമീസിനെ നല്ല രീതിയിൽ കാണാൻ പറ്റും. കണ്ടോ, എനിവേ ഇനി നമുക്ക് നമ്പേഴ്സ് കയറി ഓരോന്ന് ടൈപ്പ് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം നമ്മൾ എവിടെയാണോ പോസ് ചെയ്തേക്കുന്നത് അവിടെ തന്നെ ഉണ്ട്. ഒരു പ്രശ്നവും ഇല്ല, ഒരു സ്ലോനെസ്സും ഇല്ല, ഒരു സംഭവവും ഇല്ല. കണ്ടോ, കണ്ടിന്യൂസ് നമുക്കൊരു ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് റിയലി റിയലി ഗുഡ്. എനിക്ക് തോന്നുന്നു അവർ ഈ ഐപാഡ് പ്രോയിൽ M1 കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഒരു മോണിറ്ററിൽ ഡോക്ക് ചെയ്യുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ കുറച്ച് നേരം ഒരു ഡെമോ കണ്ടില്ലേ, അതേപോലെ നമ്മൾ ഡോക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ മാക് ബുക്ക് ഉപയോഗിക്കുന്ന ഒരു ഫീല് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഒരു സാംസങ്ങിനുണ്ടല്ലോ ആ ഒരു ഫീച്ചർ, സാംസങ്ങിൻ്റെ ഫോൺ നമ്മൾ പ്ലഗ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി മാറുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചർ ചിലപ്പോൾ അവർ ഐപാഡിൽ കൊണ്ടുവരുമായിരിക്കും. ഐ ഡോണ്ട് നോ, മീൻ അതർവൈസ് എനിക്കറിയത്തില്ല എന്തിനാണ് ഇത്രയും പവർഫുൾ ആയിട്ടൊരു ചിപ്പ് നമ്മുടെ ഐപാഡ് പ്രോയിന് ആവശ്യമെന്നുള്ളത്. അവസാനമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇഫ് ദിസ് ഐപാഡ് പ്രോ വർത്ത് യുവർ മണി, ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ യൂസ് കേസ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഗെയിമറാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഐപാഡ് ഉപയോഗിച്ച് PUBG കളിക്കുന്ന ഇഷ്ടമാണ്, അതേപോലെ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ സ്ട്രീം ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് വർത്തിട്ടാണ്.
പക്ഷേ നിങ്ങളൊരു സാധാരണ ഒരു ഐപാഡ് ജസ്റ്റ് നോട്ട്സ് എഴുതാനോ അല്ലെ ജസ്റ്റ് പവർ പോയിന്റ് നോക്കാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഐപാഡ് എയർ ആയിരിക്കും. സത്യം പറഞ്ഞാൽ അതിൻ്റെ പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐപാഡ് 8th ജനറേഷൻ മേടിച്ചാലും മതി. പക്ഷെ നിങ്ങൾക്ക് ഐപാഡ് എയർ ആഴ്ചയും കൂടെ മോഡേൺ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും പ്രിഫറൻസ്. എനിക്ക് ഈ ഡിവൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്തുള്ള സെൻറ്റർ സ്റ്റേജ് ആണ്. അതായത് സെൽഫി ക്യാമറയുള്ള ആ ഒരു സെറ്റപ്പ്. സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഇന്നോവേഷൻ ഒന്നുമല്ല. നമ്മുടെ ഫേസ് അത് റെക്കഗ്നൈസ് ചെയ്ത് ഒരു AI ട്രിക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് റിയലി കൂൾ. ഐ ഡോണ്ട് നോ. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇവിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഇട്ടാൽ മതി. എനിവേ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം ബൈ.